പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് ഈ വിഴിഞ്ഞം അദാനി അത് സംബന്ധിച്ചുള്ള കരാർ UDF-ന്റെ ഉമ്മൻചാണ്ടി സമയത്ത് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്തെ വ്യവസ്ഥകൾ അത് പല വിമർശനങ്ങളുണ്ടെങ്കിലും പദ്ധതി തുടങ്ങിയത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് LDF തീരുമാനിച്ചത്. നല്ല രീതിയിൽ തന്നെ പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇവിടെ കാണേണ്ടത് ആ കരാർ അനുസരിച്ചുകൊണ്ട് ഷെയർ കൈമാറുന്നതിനോ 25% മുകളിൽ ഓണർഷിപ്പിന്റെ മാറ്റത്തിനോ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അത് ഒരു വർഷം കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഈ 5(3) വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രയർ അപ്രൂവൽ വേണമെന്നാണ്. പ്രയർ അപ്രൂവൽ എന്ന് പറയുമ്പോൾ അപ്രൂവൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രയർ അപ്രൂവൽ മുൻകൂർ അനുമതി വേണമെന്നാണ്. പക്ഷെ സെബിക്ക് അദാനി കൊടുത്തിരിക്കുന്ന അതിനകത്ത് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എഗ്രിമെന്റിൽ 29-ാം തീയതി തന്നെ അവർ ഏർപ്പെട്ടിരിക്കുന്നു. ജൂൺ 29, 30 അവർ കത്ത് കൊടുത്തു. അപ്പോ യാതൊരു തരത്തിലുള്ള അനുമതിയും വാങ്ങാതെ തന്നെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സാധാരണഗതിയിൽ ഏത് അക്വിസിഷൻ ആകുമ്പോഴും കരാറുകൾ ഇതുപോലുള്ള പദ്ധതികളുടെ കൈമാറുമ്പോൾ റെഗുലേറ്ററി അപ്രൂവലുകൾക്ക് വിധേയമായി എന്ന വ്യവസ്ഥ സാധാരണഗതിയിൽ പറയാറുണ്ട്. ആ സാധാരണഗതിയിലെ വ്യവസ്ഥ മാത്രം നിൽക്കുന്നതല്ല ഈ കരാറിനകത്തുള്ള വ്യവസ്ഥ എന്നുള്ളത്. അത് പ്രയർ അപ്രൂവൽ തന്നെ വാങ്ങേണ്ടിയിരുന്നു. ഒരു എഗ്രിമെന്റിനകത്ത് ഇവർ ഏർപ്പെട്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഒരു പ്രയർ അപ്രൂവൽ 2 ഘടകങ്ങളാണ് അതോറിറ്റി പരിഗണിക്കേണ്ടതെന്ന് കരാറിൽ പറയുന്നുണ്ട്. ഒന്ന് സെക്യൂരിറ്റി, ദേശ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി. 2 പബ്ലിക് ഇൻട്രസ്റ്റ്. നാഷണൽ സെക്യൂരിറ്റി കേന്ദ്രത്തിന്റെ ഇതിനകത്ത് വരുന്നതാണ്. എന്നാൽ ഈ ഭാഗം നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ്, ഈ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും താല്പര്യങ്ങൾ ആകെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥകൾ ഈ ഓണർഷിപ്പ് കൈമാറുമ്പോൾ പുതുതായി ഏർപ്പെടുത്തേണ്ടതുണ്ടോ? അപ്പൊ അങ്ങനെ അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ സബ്ജക്ട് ടു ദ കണ്ടീഷൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഇത് അതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ക്ലോസ് തന്നെ അതിനകത്ത് വച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ക്ലോസ് നിലനിൽക്കെ എങ്ങനെ ഈ രൂപത്തിൽ കരാറിൽ ഏർപ്പെടാൻ അവർക്ക് ഒരു ധൈര്യം കിട്ടി? അവർ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇൻഫോർമൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലിപ്പോ ചിലർ പറയുന്നുണ്ട് അദാനി ഇതിലേക്ക് എത്തുന്നതിന് മംഗലാപുരം യാത്ര ഇടയാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് അങ്ങനെ പറയണം. പക്ഷെ പുകമറയിൽ മുഖ്യമന്ത്രി നിൽക്കാൻ പാടില്ല. അപ്പൊ അദ്ദേഹം അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് പുകമറയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ഇത് എങ്ങനെയല്ല, അദാനിക്ക് യാതൊരു ബന്ധവുമില്ല, ഇന്ന ഏജൻസിയാണ് എനിക്ക് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് നൽകിയത്, ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. പാരയുടെ മുഹമ്മദിന്റെ അകന്ന ബന്ധുക്കളെ കാണേണ്ട അടിയന്തര ആവശ്യത്തിന് ചാർട്ടർ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ അത് ഇന്ന ഏജൻസിയോ ഇന്ന വ്യക്തിയോ നൽകിയെന്ന് പറഞ്ഞാൽ പുകമറയിൽ നിന്ന് അദ്ദേഹം പുറത്തു വരേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുമ്പോഴാണ് ദുരൂഹതകൾ കൂടുന്നത്. രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത്, അതും എക്കണോമിക് ടൈംസ്, ഈ ആദ്യത്തെ വാർത്തയിൽ ഇന്നലെ സൂചിപ്പിച്ച പോലെ ദേശാഭിമാനി എല്ലാ എക്കണോമിക് ടൈംസിനാണ് അതിന്റെ ലേഖകൻ ശ്രീ മനോജിന്റെ ആ വാർത്തയിൽ 7-ാം തീയതി മറ്റൊരു വാർത്ത കൂടി അവരാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതും ഇനിയിപ്പോ ഞങ്ങളുടെ ആരുടെ അക്കൗണ്ടിലല്ല, എക്കണോമിക് ടൈംസ് തന്നെയാണ് ആ വാർത്തയും ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ആ വാർത്തയിൽ അവർ പറയുന്നത് 5-9 പറയുന്ന ഒരു ഭാഗം, ഒന്ന്, ഈ കമ്പനി വിഴിഞ്ഞം, ഈ കമ്പനി 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റ് പോർട്ടുകളിൽ ഒന്നും തന്നെ അക്വയർ ചെയ്യോ അതിന്റെ ഷെയർ വാങ്ങിയോ ഇൻട്രസ്റ്റ് ഇത്ര ശതമാനത്തിന്റെ താല്പര്യം ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എടുക്കാൻ പാടില്ല. അതിന്റെ തുടർച്ചയിൽ പറയുന്നത് ഈ 250 കിലോമീറ്റർ പ്രവർത്തിക്കുന്ന പോർട്ടുകളിൽ അതിന്റെ നിയന്ത്രണമുള്ള കമ്പനികൾ, ആ കമ്പനികൾ ഇവിടെയും അക്വയർ ചെയ്യാനോ ഷെയർ എടുക്കാനോ പാടില്ല. അപ്പോഴാണ് ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപവിഭാഗമായിട്ടുള്ള ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് TIL ആണ് ഇവിടെ ഈ 49% ഷെയർ എടുത്തിരിക്കുന്നത്. അവരാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദക്ഷിണ ഭാരത് സംവിധാനത്തിനകത്ത് ദക്ഷിണ ഭാരത് ഗേറ്റ്വേ ടെർമിനൽ ലിമിറ്റഡ്, അതാണ് ഈ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ചിദംബരനാർ പോർട്ടിലെ ഒരു കണ്ടെയ്നർ ടെർമിനൽ പൂർണ്ണമായിട്ടും 7 ലക്ഷത്തിലധികം MTU കൈകാര്യം ചെയ്യുന്ന TU കൈകാര്യം ചെയ്യുന്ന അത്രയും വലിയ ഒരു കണ്ടെയ്നർ ടെർമിനൽ പൂർണ്ണമായിട്ടും ഓൺ ചെയ്തിരിക്കുന്നത് ഈ TIL ആണ്. അപ്പൊ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപവിഭാഗമായിട്ടുള്ള TIL ഇവിടെ ഷെയർ എടുക്കുന്നു 49%. അവര് ഈ തൂത്തുക്കുടി പോർട്ടിനകത്ത് ഒരു കണ്ടെയ്നർ ടെർമിനൽ ഈ പറഞ്ഞ പോലെ 7.2 ലക്ഷം TU ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന അത്രയും വലിയ പൂർണ്ണമായിട്ട് അവരുടെ ഓണർഷിപ്പിലുള്ളതാണ്. അപ്പൊ ആ പോർട്ടിന്റെ താല്പര്യത്തിനകത്തുള്ളൊരു കമ്പനി ഇവിടെ വരുന്നു. അത് ഈ 5-9 ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നു, അതാണ് ഈ എക്കണോമിക് ടൈംസ് പുറത്തു കൊണ്ടുവന്ന ഒരു പ്രധാന ഭാഗം. അതിനകത്ത് കമ്പനിയുടെ ഭാഗവും അവർ വയ്ക്കുന്നുണ്ട്, വിഴിഞ്ഞം അദാനി കമ്പനിയുടെ. കാരണം ഇത് കണ്ടെയ്നർ ടെർമിനലാണ്, പോർട്ടിലല്ല ഓഹരി എന്ന ഇന്റർപ്രിട്ടേഷനാണ്. പക്ഷെ കണ്ടെയ്നർ ടെർമിനൽ പോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് ഭാഗമാണ്.
അപ്പൊ ആ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തിക്കേണ്ടത് ആ പോർട്ടിന്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ്. അപ്പൊ അത് അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ നിൽക്കുമ്പോഴും ഇപ്പുറത്ത് നമ്മുടെ വ്യാഖ്യാനം അങ്ങനെയല്ലാകില്ല. കാരണം അവിടെ ഇത്രയും താല്പര്യം ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കോമ്പറ്റീഷന്റെ സൗകര്യം ഇല്ലാതാകുന്നു. അപ്പൊ 5/9 ഒരു ഗൗരവമായിട്ടുള്ള ലംഘനം ഈ കരാർ എഗ്രിമെന്റിൽ വരുമ്പോൾ നടന്നിരിക്കുന്നു എന്നുള്ളത് എക്കണോമിക് ടൈംസ് പുറത്തു കൊണ്ടുവന്ന ആ വാർത്ത വളരെ പ്രസക്തമാണ്. അപ്പൊ അതുകൂടി പരിശോധിക്കണം. അപ്പൊ എങ്ങനെ പ്രയർ അപ്രൂവൽ കൊടുക്കാൻ പറ്റും? അപ്പൊ അങ്ങേയറ്റം ദുരൂഹമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോ മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇത് അറിയിക്കാത്തതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ്. ഇൻഫോർമേഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്, അപ്രൂവലാണ്. മറ്റത് വിവരം നൽകുക എന്നുള്ളതാണ്. അപ്രൂവൽ എന്നുള്ളത് അനുമതിയാണ്, വെറും അപ്രൂവൽ അല്ല, പ്രയർ അപ്രൂവൽ നൽകണം എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ലംഘനം കരാറുകളുടെ നടന്നിരിക്കുന്നു. അപ്പൊ അത് സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടത്. ഇപ്പൊ ഇതാരാ പരിശോധിക്കുക? ഇതാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്ന ഒരു ഭാഗം. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആരോഗ്യവകുപ്പ്, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, എഡ്യൂക്കേഷൻ, തൊഴിൽ, ഇലക്ട്രിസിറ്റി, ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും ഒരു പ്രശ്നമില്ല. കാരണം ആ വകുപ്പുകളെല്ലാം വരുന്നത് ആ വകുപ്പുകളുടെ സ്വഭാവത്തിലാണ്. പക്ഷെ നമ്മുടെ ഭരണ നിർവഹണത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള സ്വതന്ത്രമായ 2 വകുപ്പുകളാണ് ധനവും നിയമവും, അതുപോലെ പൊതുഭരണം. ഈ 3 വകുപ്പുകൾ ഇപ്പൊ ഇതിന്റെ ഈ ലീഗൽ പ്രൊവിഷൻസ് ആര് പരിശോധിക്കും? നിയമവകുപ്പാണല്ലോ പരിശോധിക്കേണ്ടത്. അപ്പൊ അത് കുഴപ്പമില്ല എന്ന മട്ടിൽ നിയമമന്ത്രി നിൽക്കുമ്പോൾ ഇനിയിപ്പോ അവര് കുഴപ്പമുണ്ട് എന്ന് എഴുതിയാൽ അത് പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? അതുപോലെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ കേരളത്തിന്റെ എക്സ്ചെക്കറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എന്ന് പരിശോധിക്കുന്ന ധനവകുപ്പാണ്. അപ്പൊ ധനവകുപ്പ് അത് പരിശോധിക്കുമ്പോൾ ആ അഡ്വൈസിന്റെ അടിയിലൊരു വാചകം ഉണ്ടാവും ഫയലിൽ, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അംഗീകാരത്തോടെ. ആര് ഒപ്പിട്ടാലും അപ്പൊ ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാ? അപ്പൊ എത്ര വകുപ്പ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതല്ലായിരുന്നു ചോദ്യം, ഈ വകുപ്പുകളുടെ സ്വഭാവമാണ്. ഈ 2 വകുപ്പും പ്രധാനം. പിന്നെ സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പൊതുഭരണ വകുപ്പാണ്. എന്നാൽ ധനം നിയമം വ്യത്യസ്തമായിരിക്കും. അതെല്ലാം ഒറ്റ മന്ത്രി തന്നെയാണ്. ഇനി ഇത് വന്നാൽ പരിശോധിക്കേണ്ടത് ആരും മുഖ്യമന്ത്രിയാണ്. ശരിക്കും CMO ശക്തമായ സംവിധാനമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ധനം നിയമം അവരെ പരിശോധിച്ച് വരുമ്പോൾ CMO കൂടുമ്പോൾ ചെക്ക് ആൻഡ് ബാലൻസ് നടക്കും? നമ്മൾ കാണാത്ത നിയമപരമായ വശങ്ങൾ ഇപ്പൊ ഒരേ ആള് തന്നെയാണ്, മന്ത്രി തന്നെയാണ് ഇതെല്ലാം അംഗീകാരം നൽകുന്നതെങ്കിൽ ധനമന്ത്രി എന്ന നിലയിൽ എഴുതി വരുന്നത് വകുപ്പിന്റെ അഭിപ്രായമാണെങ്കിലും ആ അഭിപ്രായം ഞാൻ അംഗീകരിക്കുമ്പോൾ നിയമമന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരും, പക്ഷെ നിയമമന്ത്രിക്ക് വിടാൻ പറ്റില്ല. കാരണം ധനമന്ത്രി എന്നതിൽ നമ്മൾ അംഗീകരിച്ചാണ് നിയമമന്ത്രി എന്നതിൽ വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നത്. ഇതാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ അതിന് ഞങ്ങൾ ഇവരെത്ര വകുപ്പ് കൈകാര്യം ചെയ്ത് മറ്റു മുഖ്യമന്ത്രി, ഈ വകുപ്പുകളുടെ സ്വഭാവം അതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ദുരൂഹത നിലനിൽക്കുന്നു. അതിനകത്ത് നാടിന്റെ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനാണ് പ്രയർ അപ്രൂവൽ. ഇപ്പൊ വന്നിട്ടുള്ളത് പോലെ ഈ ക്ലോസ് കൂടി വരുമ്പോൾ കുറെ കൂടി ഗൗരവം വരുന്നു. കാരണം 250 കിലോമീറ്ററിനകത്ത് മറ്റു പോർട്ടുകളിൽ വിഴിഞ്ഞം പോർട്ട്, അദാനി പോർട്ടിന് താല്പര്യം ഉണ്ടാകാതിരിക്കേണ്ടതും അവിടെ പോർട്ട് നടത്തുന്ന ഏജൻസികൾക്ക് ഈ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കേണ്ടതും വിഴിഞ്ഞം പോർട്ടിന്റെ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ അവര് ഒരു ടെർമിനൽ മാത്രം നടത്തുന്നത് ന്യായം നിൽക്കില്ല. കണ്ടെയ്നർ ടെർമിനൽ പോർട്ടിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ അതും ലീഗൽ ഇന്റർപ്രിട്ടേഷൻ വേണ്ടത് തന്നെ. അപ്പൊ അത്തരം പരിശോധനകളൊന്നും നടത്താതെ പൂർണ്ണമായിട്ടും നാടിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നതാണ് ഗൗരവമായി കാണേണ്ടത്.